നമ്മളിപ്പോൾ ഉള്ളത് സഫ ഷാബിയിൽ നമ്മളിപ്പോൾ ഒരു യാത്രക്കുള്ള എത്തിയായിരുന്നു. ഇവിടുത്തെ കാണുന്നല്ലേ, നമ്മൾ എത്തിയതിപ്പം ഡിസേർട്ട് സഫാരിക്ക് വേണ്ടിയിട്ടാണ്. തണുപ്പൊക്കെ കുറഞ്ഞു തുടങ്ങി, ഇനിയിപ്പോൾ ചൂട് ആരംഭിക്കാൻ പോകുന്ന സമയമാണ് ഇപ്പോൾ, പ്രത്യേകിച്ച് ഗൾഫിൽ UAE-ൽ. അപ്പോൾ നമുക്ക് കുറേ നാളെ എവിടെയും പുറത്തൊന്നും ഇറങ്ങാതെ, പെരുന്നാളിൻ്റെ സമയത്ത് പോലും നമ്മൾ എവിടെയും പോകാതിരുന്നു. അങ്ങനെ ഒരു കുട്ടികളൊക്കെ പറഞ്ഞാൽ പിന്നെ ഒരു ഡിസേർട്ട് സഫാരി പ്ലാൻ ചെയ്തു, അങ്ങനെ വന്നതാണ്. അങ്ങനെ നമ്മൾ ഇതിനു മുമ്പ് ഞാൻ 2 തവണ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയല്ല, ഹത്ത ഭാഗത്തുള്ളതാണ്. ഇവിടെ അലൈൻ ഈ ഏരിയയിലുള്ള ഭാഗത്തുള്ള ഒരു ഡിസേർട്ട് സഫാരിയിലേക്കാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ വിവിധ തരത്തിലുള്ള എൻജോയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഫസ്റ്റിൽ തന്നെ നമ്മൾ ഏകദേശം വണ്ടിയിലുള്ള ഒരു സവാരിക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം വണ്ടിയിലേക്ക് നമ്മൾ 2 വണ്ടിയിലെ ആൾക്കാരായിട്ടാണ് യാത്ര. മരുഭൂമിയിലെ മൺകൂനയിലൂടെയുള്ള വണ്ടിയുടെ കയറ്റവും ഇറക്കവും സത്യം പറഞ്ഞാൽ നമ്മുടെ വയറ്റിലുള്ളത് വരെ പുറത്തേക്ക് പോകുന്ന ചില സമയമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നാലും എന്താ പറയുക, സുഖകരമായൊരു വേദന എന്നൊക്കെ പറയുന്നില്ലേ, ആ ഒരു അനുഭവമായിരുന്നു. വേദന അത്യാവശ്യം എന്താ പറയുക, ഒരു പേടിപ്പെടുത്തുന്നതും അതോട് തന്നെ ആസ്വാദകരവുമായിട്ടുള്ള ഒരു യാത്ര. ഡിസേർട്ട് സഫാരിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നല്ല ഒരു എന്താ പറയുക, ഒരു റൈഡിങ് കഴിഞ്ഞ് സൂപ്പറായിരുന്നു കേട്ടോ. എൻ്റെ വീഡിയോയിലൊക്കെ അതിൻ്റെ ശരിക്കും കറക്റ്റായി കിട്ടത്തില്ല. പറഞ്ഞേ, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? സൂപ്പറല്ല എക്സ്പീരിയൻസ്? ഫസ്റ്റ് ഇനിയിപ്പോൾ തിരിച്ചെങ്ങനെ പോവും? അങ്ങനെ റൈഡൊക്കെ കഴിഞ്ഞ് നമ്മൾ ക്യാമ്പിങ്ങിലേക്ക് എത്തി. ഇതിനകത്താണ് കുറേ കലാപരിപാടികളും കായിക അഭ്യാസങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അപ്പം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക, നമുക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നില്ല, എന്നാലും താല്പര്യമുള്ളവർ കാണാം, അല്ലാത്തവർക്ക് ഓപ്ഷൻസ് ഉണ്ട്, പുറത്ത് പോയിരിക്കാം. വിശദമായിട്ട് ഞാൻ ഏതെല്ലാം വിഷയങ്ങളെക്കുറിച്ച് പറയുന്നില്ല. ഓക്കെ, അപ്പം മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും, ക്യാമ്പിങ്ങിൽ പോയവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എൻജോയ് ചെയ്യുന്നവർക്ക് ഏത് രീതിയിൽ എൻജോയ് ചെയ്യുക, എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. അതുപോലെ തന്നെ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ 35 dirhams പെർ ഹെഡ് വെച്ചിട്ടാണ് ഈ ഒരു ഓഫർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഏകദേശം ഒരു 10 പേരുണ്ടായിരുന്നു. ഫുഡൊക്കെ നല്ലതുണ്ട്, നല്ല ബഫേ ആയിരുന്നു, ഇഷ്ടംപോലെ നല്ല ഫുഡും കാര്യങ്ങളും. പക്ഷേ ഇതിന് മുമ്പ് ഞാൻ പോയിട്ടുണ്ടായിരുന്ന ക്യാമ്പിങ് ഹത്താബാത്തായിരുന്നു. അത് കുറച്ചും കൂടി നല്ല വലിപ്പം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ചും കൂടി പരിപാടിയൊക്കെ. ഇത് ചെറിയ അലൈൻ ഭാഗത്തുള്ളൊരു ക്യാമ്പിംഗ് ആണ്, ഒരു ഡിസേർട്ട് ഏരിയ ആയിരുന്നു. എനിക്കൊന്ന് ഹത്തിയിലുള്ളതാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് എനിക്ക് ഇവിടെ വന്നപ്പോൾ തോന്നിയത്. അങ്ങനെയാണ്. അപ്പോൾ എന്താ